ഞങ്ങൾ കുമളിയിലാണ് ഇപ്പോൾ ഉള്ളത്. മംഗളാദേവി ക്ഷേത്രത്തിലേക്ക് പോകാൻ വേണ്ടിയാണ്. അത്രയും തിരക്കാണ്, ക്യൂ നിൽക്കണം. വൈകുന്നേരം ആകുമ്പോഴേക്കും പോകാൻ പറ്റുമെന്ന് അറിയില്ല. അവരോട് പ്രശ്നമാവും. എന്റെ സണ്ണോടെ ഉണ്ട്. ജസ്റ്റ് ഒരു വണ്ടിയിൽ ഇപ്പൊ ജസ്റ്റ് 2 മെമ്പേഴ്സ്. മംഗളാദേവി ക്ഷേത്രത്തിലേക്ക് പോകാനുള്ള ആൾക്കാരുടെ ക്യൂ ആണ് ഈ കാണുന്നത്. ഈ പൊരിവെയിലത്ത് ഭക്തജനങ്ങള് കിലോമീറ്ററുകൾക്കപ്പുറം ക്യൂ നിൽക്കുകയാണ്. ഞങ്ങൾ മംഗളാദേവി ക്ഷേത്രത്തിലേക്ക് പോവുകയാണ്. അത്രമേൽ തിരക്കാണ്. ഓഫ് റോഡ് വഴിയാണ്, ഓഫ് റോഡ് ജീപ്പാണ്. ഞങ്ങള് മംഗളാദേവി ക്ഷേത്രത്തിലേക്ക് പോവുകയാണ്. ഇന്നലെ വൈകുന്നേരം വയനാട്ടിൽ നിന്ന് പോകുന്നതാണ്. പുലർച്ചെ വന്നിവിടെ ക്യൂവിൽ നിൽക്കുന്നതാണ്. ഇനിയും കിലോമീറ്റർ കണക്കിന് ആൾക്കാർ ക്യൂവിൽ നിൽക്കുകയാണ്. അപ്പൊ ഞങ്ങൾക്ക് പോലീസിന്റെ മാന്യമായ ഇടപെടലുകൾ കൊണ്ട് ഇപ്പോഴെങ്കിലും ഇതിൽ കയറി പറ്റാൻ പറ്റി. 13 കിലോമീറ്റർ ഓഫ് റോഡാണ് അങ്ങോട്ട്, തിരിച്ചിങ്ങോട്ടും 13 കിലോമീറ്റർ. വർഷത്തിൽ ഒരിക്കൽ മാത്രം തുറന്ന് പൂജ നടത്തുന്ന മംഗളാദേവി ക്ഷേത്രത്തിലേക്ക് ഞങ്ങൾ പോവുകയാണ്. അങ്ങോട്ടുള്ള ഓഫ് റോഡാണ്. ഞങ്ങള് ഓഫ് റോഡ് ജീപ്പിലാണ് പോകുന്നത്. നമ്മുടെ തൊട്ടു പിന്നിലുള്ള ബ്ലാക്ക് പാന്തർ ജീപ്പാണിത്. ഇതിലാണ് ആൾക്കാര് മംഗളാദേവി ക്ഷേത്രത്തിലേക്ക് തിക്കും തിരക്കും സഹിച്ചു പോരുന്നത്. കറക്റ്റ് ടോപ്പ് സെക്യൂരിറ്റി കേട്ടോ. അപ്പൊ മംഗളാദേവി ക്ഷേത്രത്തിലേക്കുള്ള ഓഫ് റോഡ് തുടങ്ങി ഞങ്ങള്. തിരക്കല്ലേ സാറേ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. മാസ്ക് മേടിച്ചില്ലേ? മേടിച്ചു. മാസ്ക് ഉണ്ട്. പക്ഷെ നീയും ബേഗിന്ന് മാസ്ക് എടുത്തിട്ട് തരട്ടെ. വർഷത്തിൽ ഒരിക്കൽ മാത്രം ഈ അമ്പലത്തിൽ പൂജയുള്ളൂ. അതുകൊണ്ടാണ് ഇത്രയും തിരക്ക്. തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിൽ നിന്നുള്ള എല്ലാവരും വരുന്നുണ്ട്. അതോടൊപ്പം ടൈറ്റ് സെക്യൂരിറ്റിയാണ്. മോനാണിത്. ഓക്കെ. ഓൾ ഓവർ ഇന്ത്യ ട്രാവൽ ചെയ്യാറുണ്ട്. പക്ഷെ തമിഴ്നാട് മനുഷ്യർ ரொம்ப ലവബിൾ. அட்ஜஸ்ட்மென்ட் நீங்க தான் தண்ணியை கொடுக்க மாட்டீங்கன்னு விரும்ப பண்றீங்க. தமிழ்நாடுக்கு கேரளா கவர்மெண்ட் ரிவர் பெரிய ரிவர் ட்ரிங்கிங் வாட்டர் ഓക്കെ പண்றீங்க. തമിഴ്നാട് വൺ പ്ലേസ് ഗിണ്ടി. ഗിണ്ടിയിൽ ഞാൻ പോയിരുന്നു ഒരു ദിവസം. അപ്പോ സ്റ്റാലിൻ അദ്ദേഹത്തെ കണ്ടു. ജസ്റ്റ് ഞാൻ വിഷ് ചെയ്തു, തിരിച്ച് വിഷ് ചെയ്തു പോയി. സൂപ്പർ മിനിസ്റ്റർ. എടുത്തോ. കാര്യം വനപാതയായതുകൊണ്ടേ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഓരോരുത്തർ വണ്ടികൾ ഇങ്ങനെ നിർത്തി. പോലീസും ഒക്കെ നല്ല സപ്പോർട്ടാണ്. കേരള പോലീസിന്റെയും തമിഴ്നാട് പോലീസിന്റെയും ചുണക്കുട്ടികളുടെ ഗൈഡ് ലൈൻസിലാണ്. ഇത്രയും റഷ് ഉണ്ട്, ഇത്രയും തിരക്കുണ്ടെങ്കിൽ ഈ പോലീസുകാരൊന്നും ഒരാളോടും ദേഷ്യപ്പെടുന്നില്ല. ഉണ്ടോ ഇത്ര വണ്ടികളാ വരുന്നതെന്ന്? ഈ യാത്രയില് ഈ വണ്ടിയിൽ ഞങ്ങൾ കുറച്ചുപേര് വല്ലാതെ ടൈറ്റായിട്ടാണ് ഇരിക്കുന്നത്. അതിൽ ഒരാൾക്ക് ഇരിക്കാൻ സീറ്റ് കിട്ടിയില്ല. അപ്പൊ ഇതാ തമിഴ്നാട്ടിൽ നിന്ന് അമ്മ പേര് അക്ഷിത. അഗസ്ത്യ എന്നെ പண்ற? 12th പഠിച്ച കോളേജ്. അപ്പൊ പേരറിയാത്ത നാടറിയാത്ത ഒരാളുടെ മടിയിലാണ് ആ മോള് ഇരിക്കുന്നത്. നമ്മൾ ഈ സാഹചര്യത്തിലൊന്നും അങ്ങനെ ഇരിക്കാറില്ല. പക്ഷെ അതിനുള്ള ഒരു മനസ്സ് കാണിച്ചു. അമ്മ ரொம்ப നന്ദി. ചില സ്ഥലങ്ങളിലുണ്ട് വണ്ടി കവർ ചെയ്ത് പോവാൻ. ഞങ്ങളുടെ വീഡിയോ കാണുന്നവരോട്
അടുത്ത വർഷം മംഗളാദേവി ക്ഷേത്രത്തിലേക്ക് ഈ ഉത്സവത്തിൽ പങ്കെടുക്കാൻ തീർച്ചയായിട്ടും വരണം കേട്ടോ. ഇതൊരു വൈബാണ്, ഇതൊരു പ്രയറാണ്, ഒരു വൈബാണ്. നടന്നു വരുന്നവരാണ് ഇതാ. എന്താ സാർ? ചെക്കിംഗ് ഉണ്ട്. വണ്ടി നമ്പർ 944. നമ്മുടെ ഡ്രൈവറാണ്. പേര് പുഷ്പരാജ്. പുഷ്പരാജാണ്. നിങ്ങൾ താഴെ ചെന്നിട്ടേ ഈ ക്യൂ നിൽക്കുക. ഈ ക്യൂ താഴെ ചെല്ലുമ്പോൾ ഈ വണ്ടി താഴെ വരും. ഓക്കെ. വണ്ടി നമ്പർ ഒന്ന് ഓക്കെ. നമ്പർ 1 ഉണ്ടോ? മെഡിസിൻ ബോക്സ് സാർ, മെഡിസിൻ ബോക്സ്. ഡ്രസ് സാർ, ഡ്രസ്. ക്യാപ്പ്, ബ്രഷ്, പേസ്റ്റ്, കുഷ്യൻ. ഓക്കെ സാർ. ബസ് എടുക്കണേ. ഫോറസ്റ്റിലൂടെയുള്ള യാത്ര ആയതുകൊണ്ട് കറക്റ്റ് പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ കൊണ്ടുവരരുത്. എല്ലാം ഇവിടെ ചെക്ക് ചെയ്യുന്നുണ്ട്. കറക്റ്റ് വെരിഫൈ ചെയ്തിട്ട് നമ്മൾ അങ്ങോട്ട് വിടുകയുള്ളൂ. കംപ്ലീറ്റ് പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ ഇവിടെ അവോയ്ഡ് ചെയ്യുകയാണ്. ഇങ്ങനെ ഒരു അമ്പലത്തിലേക്ക് ഇത്രയും ടൈറ്റ് സെക്യൂരിറ്റിയിൽ ആദ്യമായിട്ടാണ് പോകുന്നത്. ഞങ്ങൾ മഹാകുംഭമേളയിൽ വരെ പങ്കെടുത്തിരുന്നു. അപ്പോൾ അതിനേക്കാൾ ടൈറ്റ് സെക്യൂരിറ്റിയാണ് ഇവിടെ ഉള്ളത്. കാരണം പ്രകൃതിയെ നോവിക്കാതെ ഒരു പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ ഇവിടെ ഇടാതെ അവർ ശ്രദ്ധിക്കുന്നുണ്ട്. തമിഴ്നാട് ഗ്രൂപ്പിൻ്റെ ഹെൽത്ത് ടീമാണ്. വണക്കം. കേരള പോലീസിൻ്റെയും തമിഴ്നാട് പോലീസിൻ്റെയും എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും സംയോജിതമായ ഇടപെടൽ വളരെ സ്മൂത്തായിട്ട് ഇത് നടക്കുന്നുണ്ട്. എല്ലാ ചെക്കിങ്ങും ഉണ്ട്. ഈ കാടിൻ്റെ ഉള്ളിൽ നോക്കപ്പൂസേ, രാവിലെ മുതൽ ഇന്ന് വൈകുന്നേരം 5 മണി വരെ ഈ തിരക്കുണ്ടായിരിക്കും. கரெக்டா மெயின்டெனன்ஸ் பண்ணலாம். ബസ് വണ്ടി അതാ, ഇതാണോ ബസ്? അല്ല, നമ്മുടെ വണ്ടി എടുത്തോ. ഇനി നമ്മുടെ വണ്ടി അന്വേഷിച്ച് കണ്ടുപിടിക്കണം. നമ്മുടെ വണ്ടി ഇതാ എത്തി. അപ്പൊ സാർ ഒരു മിനിറ്റോ. ഓക്കെ. ഇതാ ഈ കാടിന്റെ നടുക്ക് നോക്ക്. ആംബുലൻസ്, ഫയർഫോഴ്സ്, കേരള പോലീസ്, തമിഴ്നാട് പോലീസിന്റെ ഒക്കെ സകല MVD അടക്കം എല്ലാവരും ഉണ്ട്. ടൈറ്റ് സെക്യൂരിറ്റിയാണ്, നല്ല ചെക്കിംഗ് ആണ്. അപ്പോൾ തീർച്ചയായും മംഗളാദേവി ഉത്സവത്തിലേക്ക് അടുത്ത വർഷം വായോ. സ്വാമി നല്ല സ്വാമി. അപ്പൊ സാർ എടുത്ത കട്ട് ചെയ്യണ്ട, ഫയർഫോഴ്സിന്റെ കിട്ടും. പുറത്തേക്ക് കിട്ടും, ഫയർഫോഴ്സിന്റെ കിട്ടും വണ്ടികൾ. അങ്ങനെ ആദ്യം മാസ്ക് എടുക്കും. ഇനി മാസ്ക് ഇടാതെ പോക്ക് നടക്കത്തില്ല. ഇവിടെ ഫയർഫോഴ്സിന്റെ കിട്ടും. ഓക്കെ അല്ലേ? പ്രിയമുള്ള പ്രേക്ഷകരെ, നിങ്ങൾക്കറിയാം ഈ കാടിന്റെ നടുവിലൂടെ
വണ്ടികൾ ഇങ്ങനെ പൊടി പറത്തി പോയിക്കൊണ്ടിരിക്കുകയാണ്. എവിടെ എന്ത് ബുദ്ധിമുട്ട് വന്നാലും ഫയർഫോഴ്സ് അടക്കം എല്ലാ മെഡിക്കൽ ടീം അടക്കം ഇവിടെ സജ്ജമാണ്. കേരള പോലീസിൻ്റെയും തമിഴ്നാട് പോലീസിൻ്റെയും 2 സംസ്ഥാനങ്ങളുടെ സഹകരണത്താൽ മംഗളാദേവിയുടെ ഉത്സവം അടിപൊളിയാക്കുകയാണ്. ഞാനും അപ്പൂസും മംഗളാദേവി ക്ഷേത്രത്തിലേക്ക് വേർത്ത് കുളിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാട്ടിന് നടുവിലൂടെ ഒരുപറ്റം നല്ല മനുഷ്യരുടെ കൂടെ. ഇവരൊന്ന് കവർ ചെയ്തെടുത്തു എല്ലാവരും. ஹாய், இனியதொரு பயணம் கண்ணை கோவிலுக்கு. நன்றி. മോളു പുഷ്പരാജ് തിരിച്ചു വരുമ്പോഴേ ഞങ്ങൾക്ക് യൂട്യൂബ് ചാനൽ എടുക്കാനാ. ഞങ്ങൾക്ക് ഒരാൾക്ക് ഫ്രണ്ടിലെ സീറ്റ് തരുമോ വീഡിയോ എടുക്കാൻ? തിരിച്ചു വരുമ്പോ എത്ര മണിയാവുന്നു? ഈ വണ്ടി ആയിരിക്കില്ല. കിട്ടുന്ന വണ്ടി. പക്ഷെ വണ്ടി കിട്ടൂല്ലേ? ഓക്കെ, അത് മതി. കണ്ടോ പുസ്തകം ആൾക്കാർ നടന്നു വരുന്നത്? திரும்பி வரும்போது அப்படி இருக்காது நினைக்கிறேன். அந்த அளவுக்கு அதே தானா? വെള്ളം ഇരുന്ന് കുടിച്ചിട്ട് കളയണ്ടായിരുന്നു. ഏറി തവ്വിരവാ. അപ്പൊ എന്റെ ബ്ലാക്ക് ബാഗിന്റെ ഇല്ലേ? நல்ல நடப்போம். சோரம்ல தூரம் எப்படின்னு பாத்துருவோம். ప్లేస్ సూపర్ ఉంది. సూపర్ ప్లేస్. సూపర్. వాటర్ గన్ ఏర్పడను ఎలా తగమా. എന്റെ കൈ വന്ന ഫോട്ടോസ് നിങ്ങൾക്കും വിടാം, വീഡിയോസ്. നിങ്ങൾക്ക് അതിനകത്തൂടെ കാണാൻ ജോയിന്റ് ആക്കാം. കുഴപ്പമില്ല. അടിപൊളിയാത്തില്ലേ? രണ്ട് ഫോർമാറ്റാ സാർ എടുക്കുന്നത്. ഇങ്ങനെയല്ല, ഞങ്ങൾ എടുക്കുന്ന യൂട്യൂബ് ഫോർമാറ്റാ. അതൊരു പ്രശ്നം വരും. പക്ഷേ ഇത് കൊടുക്കാം, ഫോട്ടോ ഇടയ്ക്ക് കയറ്റി വിടാം. കയറ്റി വിടാം. ഫോട്ടോ ആയിട്ട് വിടുന്നതിന് കുഴപ്പമില്ല. ഇല്ല. അവൻ ചെന്നിട്ട് അടുത്ത ട്രിപ്പ് പോകാനാന്ന് തോന്നി. അതെ. இந்த பிரியத்துக்கு போகிற வண்டி ஏன்னா நடந்து போகணும்னு சொல்லி நடந்து வர ரொம்ப கஷ்டம். എപ്പോ വേണേലും ഓൺ ചെയ്യാൻ തരാ. വ്യൂ എവിടെ? അല്ല, ഞാൻ പറയുന്നത് അതിന്റെ വീഡിയോ. ഒരു മിനിറ്റ് ഷോട്ട് വേറെ. അതെ. நாங்க கோயம்புத்தூர் ஏர்போர்ட்ல இருந்து வந்திருக்கீங்க. கோயிலுக்கு போறதுக்காக வந்திருக்கீங்க. പുഷ്പരാജ, പിന്നെ വർഷത്തിൽ ഒരിക്കലല്ലേ ഇത് തുറക്കുള്ളൂ? ഒറ്റ ദിവസം. ഇതിന്റെ ഒരു ഹിസ്റ്ററി പറയാൻ പറ്റുമോ? മംഗളാദേവിയുടെ ഐതിഹ്യം. 1 മണിക്ക് ഡയറക്റ്റ് ട്രെയിൻ ബോഡി ടു സെൻട്രൽ. വീക്ക്ലി 3 days. கம்பெனி தான் நல்லா தெரியும். എന്റെ ടയർ വൈബ്രേറ്റ് ചെയ്ത് നോക്ക്. അതിന് കട്ട് ചെയ്തപ്പോ പൊടിയാക്കി മൊബൈലിലെ പൊടി കാണുമ്പോ തന്നെ ரோஜாவா?
പോട്ടെ, കിട്ടില്ല പോട്ടെ. ആംബുലൻസ് അതാ ലെഫ്റ്റ്. കട്ടെ வரணும் ஆளு. നടന്നു പറഞ്ഞ എന്താ ആ സീനറി ഒന്ന് കവർ ചെയ്തെടുത്തു. ആ കൈ കൊണ്ട് പോകും. ஃபேமிலியோட போறாங்க. മുടിയൊക്കെ കണ്ടോ, നല്ല ചെമ്മണ്ണ് നിറഞ്ഞു നിൽക്കുകയാണ്. മംഗളാദേവി ടെമ്പിളിലേക്കുള്ള യാത്രയിലാണ്. ആ മുകളിൽ ഭാഗത്ത് എത്തണം. ആൾക്കാർ കുറെ നടന്നു കയറുന്നുണ്ട്. വണ്ടികൾ മുഴുവൻ ഇതാ, അത്രമേൽ തിരക്കാണ് ഇവിടെ. ഈ കാടിന് നടുവാണ്. നോക്കിയപ്പോ സാർ റൊട്ടേറ്റ് ചെയ്യും നമുക്ക്. വണ്ടി 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 വാ വാ വാ. തീയാൻ ഇറങ്ങും, നോക്കി താഴെ ഇറങ്ങും. ആ ഇല്ല, കിട്ടില്ല കിട്ടില്ല. മറ്റേത് നേരെ അപ്പുറത്തെ ഇറക്കി പോകുന്നു. അതുകൊണ്ടാ. ആ മഹീന്ദ്രന്റെ കിട്ടും. അവരൊക്കെ അങ്ങോട്ടാ കയറ്റുന്നു. കട്ട് ചെയ്തോ. അല്ല, ഇവിടുന്ന് എടുത്തോ, പറഞ്ഞിട്ട് പോയി ഇങ്ങനെ എടുത്തു. എന്നെ എടുത്തു. ഒത്തിരി തിരക്കാണ്. അപ്പൊ അതുകൊണ്ട് ഞങ്ങള് ജീപ്പിലിവിടെ ഇറങ്ങി. ബാക്കിയുള്ളവരൊക്കെ ഇതാ കുറെ പേര് ജീപ്പിലുണ്ട്. ഇവരൊന്ന് പരിചയപ്പെടാം. എവിടെന്നാ വരുന്നത്? പാല. ഓക്കെ, അടുത്ത് തന്നെയാണ്. ഞങ്ങൾ അങ്ങ് ദൂരെ വയനാട്ടിൽ നിന്ന് വരുന്ന, ഉരുൾപൊട്ടിയ നാട്ടിൽ നിന്ന്, ഉരുൾപൊട്ടിയതിന്റെ അടുത്ത് നിന്നാണ് വരുന്നത്. ഓക്കെ. കുംഭമേളയ്ക്ക് പോയായിരുന്നോ? ഇല്ല, ഞങ്ങള് ഉള്ള അമ്പലങ്ങളിലൊക്കെ പോകും. കുംഭമേളയ്ക്കൊക്കെ പോയിരുന്നു. അപ്പൊ കാണാം. ഓക്കെ, നമ്പർ ഒന്ന് തന്നേരം. ഇത് ചാനലിൽ വരുമ്പോൾ ഞാൻ അയച്ചു തരാം. ഫ്രണ്ടിൽ ആചാരങ്ങളും ഉത്സവങ്ങളും പെരുന്നാളുകളെല്ലാം മനുഷ്യ ജീവിതത്തിൽ അത്രമേൽ ഈടും പാവും പോലെ ചേർന്ന് നിൽക്കുന്നതാണ്. അതെ, 2000 വർഷം പഴക്കമുള്ള മംഗളാദേവിയുടെ ക്ഷേത്രത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നോക്കൂ, ഈ അറ്റ്മോസ്ഫിയർ ഒന്ന് നോക്കൂ, താഴേക്ക് നോക്കൂ, എന്ത് മനോഹരമാണ്. ഇതുപോലെ ഒരുപാട് മലനിരകൾ കയറി ഇറങ്ങിയാണ് ഞങ്ങളിവിടെ വന്നിരിക്കുന്നത്. ഇനിയും ഒത്തിരി ദൂരം നടക്കാനുണ്ട് അമ്പലത്തിലേക്ക്.
വർഷത്തിൽ ഒരിക്കൽ മാത്രമേ ഈ അമ്പലനട തുറക്കുകയുള്ളൂ. വായോ. ഒത്തിരി ആൾക്കാർ താഴേക്ക് നോക്കി അറിയാം ആ വഴികളിലൂടെയൊക്കെ നടന്നു കയറുന്നുണ്ട്. തമിഴ്നാട്ടിലെ കമ്പം തേനി ഭാഗത്തു നിന്നൊക്കെ ആൾക്കാർ നടന്നു വരുന്നുണ്ട്. പൊതുവെ മലയാളികൾ കുമളിയിലെത്തിയിട്ട് അവിടെ നിന്ന് ജീപ്പ് സർവീസിലാണ് വരാറുള്ളത്. നടന്നു വരുന്ന ഒത്തിരി പേരെ ഞങ്ങൾക്ക് ഇതിനിടെ കാണാൻ സാധിച്ചു. അമ്പലത്തിലേക്ക് വായോ. എടുത്തു പറയേണ്ടത് കേരള പോലീസിന്റെയും തമിഴ്നാട് പോലീസിന്റെയും ഫോറസ്റ്റിന്റെയും മറ്റ് മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിന്റെയും ഫയർ ആൻഡ് റെസ്ക്യൂ ടീമിന്റെയും പ്രവർത്തനങ്ങളാണ്. അത്രമേൽ തിരക്കുണ്ട്. ഇതിന്റെ എൻട്രി മുതൽ എൻഡ് വരെ ഒരാളോട് പോലും ദേഷ്യപ്പെടാതെ അത്രമേൽ സ്നേഹത്തോടെ ഭക്തരെ അവർ സ്വീകരിക്കുകയാണ്. എൻ്റെ ഈ ഭാഗം നോക്കൂ. എൻ്റെ പിന്നില് എത്ര മനോഹരമായാണ് പ്രകൃതി. ഒരുപാട് അമ്പലങ്ങളിൽ പോയിട്ടുണ്ട്. മംഗളാദേവി ക്ഷേത്രത്തിൽ ആദ്യമായിട്ടാണ് വരുന്നത്. അത്രമേൽ ഇഷ്ടമായി. ഈ ഭാഗത്ത് കമ്പം തേനി ഭാഗത്തുള്ള വില്ലേജുകളും കൃഷിഭാഗങ്ങളുമാണ്. അഗ്രികൾച്ചർ ഏറ്റവും നല്ല സംസ്കാരം കൃഷിയാണ്. ആ കൃഷിയോട് ചേർന്ന് നിന്നുകൊണ്ടുള്ള വിശ്വാസങ്ങളാണ് എന്നെന്നും നിലനിൽക്കുകയുള്ളൂ. മുട്ടക്കുന്നുകളും പച്ചപിടിച്ച മലനിരകളൊക്കെ ആയിട്ട് പ്രകൃതിയുടെ ഉത്തുംഗ ശൃംഗത്തിലെ കണ്ണകി ദേവിയുടെ മംഗളാദേവിയുടെ ഈ അമ്പലം അത്രമേൽ നമുക്ക് ആശ്വാസം പകരുന്നതാണ്. രണ്ടായിരത്തോളം ജീപ്പുകളാണ് ഇന്നിങ്ങോട്ട് സർവീസ് ചെയ്യുന്നത്. ഒരു ജീപ്പ് 4-5 പ്രാവശ്യമാണ് വന്നു പോകുന്നത്. അല്ലാതെ പ്രൈവറ്റ് ജീപ്പുകളൊക്കെ ഒത്തിരി വരുന്നുണ്ട്. ഈ ഒരു ദിവസം മാത്രമേ ഫോറസ്റ്റുകാർ ഇത് അലൗ ചെയ്യുള്ളൂ. അതല്ലാതെ തമിഴ്നാടിൻ്റെ മിക്ക ഭാഗത്തു നിന്നും അതുപോലെ കേരളത്തിൻ്റെ മിക്ക ഭാഗത്തു നിന്നും നടന്നു വരുന്ന ഒത്തിരി ആൾക്കാരുണ്ട്, ഭക്തര്. ഈ പൊരിവെയിലത്ത് അമ്പലത്തിലേക്ക് നടന്നു കയറുകയാണ്. വർഷത്തില് പച്ച പിടിച്ചു നിൽക്കുന്ന സമയത്ത് ഇവിടെ വരണം എന്നൊരു ആഗ്രഹമുണ്ട്. പക്ഷേ ഫോറസ്റ്റുകാർ സ്പോട്ട് ഫൈനും മറ്റ് ഫൈനൊക്കെ അടപ്പിക്കുന്നതുകൊണ്ട് അതിന് മുതിരുന്നില്ല. പെർമിഷൻ കിട്ടുമെന്ന് നോക്കട്ടെ. എൻ്റെ ഈ താഴ്ഭാഗത്ത് നോക്കൂ,
കമ്പം തേനി ഭാഗത്തുള്ള കൃഷിയിടങ്ങളും മുന്തിരിത്തോട്ടങ്ങളും ഒക്കെയാണ്. 2000 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഇന്ന് വന്നു പോകാൻ ബുദ്ധിമുട്ടുന്നു. 13 കിലോമീറ്റർ കാട്ടിലൂടെ വരണം. ഈ കാനനപാതയിലൂടെ വന്ന് ഈ മലമുകളിൽ ഇങ്ങനൊരു അമ്പലം ഉണ്ടാക്കിയ ഭക്തരെ നമിച്ചുകൊണ്ട് കയറുകയാണ്. ആകാശം തൊട്ടൊരമ്പലം, കണ്ണകി ദേവിയുടെ അമ്പലം, മംഗളാദേവിയുടെ അമ്പലം. പുസ അങ്ങോട്ട് നോക്കൂ, നടന്നു വരുന്ന ഒത്തിരി പേര് കാണുന്നുണ്ടോ? ആ മലകൾക്കപ്പുറത്ത് നിന്ന് കമ്പം തേനി ഭാഗത്ത് നിന്ന് നടന്നു വരുന്ന ഒത്തിരി ഭക്തര് ഈ പൊരിവെയിലത്ത്. വിശ്വാസം അതല്ലേ എല്ലാം. പതിമൂന്ന് കിലോമീറ്റർ കാനനപാതയിലൂടെ ഞങ്ങൾ വന്ന വഴികളാണ് ആ കാണുന്നത്. ഈ നിൽക്കുന്ന ജീപ്പുകൾ മുഴുവൻ ആൾക്കാർ വന്നതാണ്. വീണ്ടും അതാ അവിടെ ക്യൂ ഇങ്ങനെ. അതുകൂടാതെ അതാ ആ മലമുകളിലൂടെ അതാ ഒത്തിരി പേര് നടന്നു വരുന്നു. മുല്ലപ്പെരിയാറാണ് കാണുന്നത്. ആ മലമുകളിൽ നിന്ന് കൈതൊട്ടാൽ മേഘങ്ങളെ ഇങ്ങനെ സ്പർശിക്കാം. இந்த வருஷம் வந்து എവിടെയാ? കോട്ടയം ആണോ? ഇവിടെ ഏതിലാ? റിസോർട്ടിലാ. ഈ ഉത്സവത്തിന് എല്ലാവിധ സുരക്ഷയും ഒരുക്കാൻ കേരള ഗവൺമെൻറ്റിൻ്റെയും തമിഴ്നാട് ഗവൺമെൻറ്റിൻ്റെയും സർവ്വസന്നാഹങ്ങളുണ്ട്. അങ്ങോട്ട് ഇറങ്ങിപ്പോകുന്ന ആൾക്കാർ ശ്രദ്ധയോടെ നോക്കുന്ന ഫോറസ്റ്റുകാരൊക്കെ ഉണ്ടോ? ജീപ്പുമായിട്ട് അവരവിടെ കാവൽ നിൽക്കുകയാണ്. ഈ 13 കിലോമീറ്റർ കാനനപാതയിൽ സർക്കാരിൻ്റെ എല്ലാ സംവിധാനങ്ങളും 2 ഗവൺമെൻറ്റിൻ്റെ വിജിലൻ്റായിട്ടുണ്ട്. എൻ്റെ പേര് ജോഷി. ഞങ്ങള് വയനാട്ടിൽ നിന്ന് വന്നയാ. ചാനലാണോ? യൂട്യൂബ് ചാനൽ. ശങ്കർ. എവിടെന്നാ വരുന്നത്? ഞങ്ങൾ ഇവിടെ തന്നെയാ, കുമളി തന്നെ. ഓക്കെ. കുമളി തന്നെ. പേര്? നിശാന്തി. പാർവതി. ഞങ്ങൾ ജനിച്ചു വളർന്നതല്ല, ഇവിടെ തന്നെയാണ്. ഞങ്ങൾ കുഞ്ഞിലെ വന്ന് ഈ അന്ന് ഉത്സവമായിട്ട് വയ്ക്കത്തില്ല, ചുമ്മാ വന്ന് പ്രാർത്ഥിച്ചിട്ട് പോകും. പേര്? പ്രിയങ്ക. തമിഴ്നാട്ടിലെ അങ്ക ഇருக்கு? തേനി. ഓക്കെ. നെക്സ്റ്റ് ഞങ്ങൾ വരുന്നുണ്ട് തേനി, കമ്പം തേനി. ഗ്രേപ്പ് പ്ലാന്റേഷൻ പാക്കുന്നതൊക്കെ. മംഗളാദേവി അമ്പലത്തിൻ്റെ ടോപ്പിലെത്താറായി ഞങ്ങൾ. ഇപ്പം എവിടെ പോയാലും നമ്മുടെ ആനവണ്ടി കണ്ടാലും കേരള പോലീസിൻ്റെ വണ്ടി കണ്ടാലും ഒരു സന്തോഷമാണ്. ഓക്കെ സാർ. ഞങ്ങൾ അമ്പലത്തിലേക്ക് പോകുന്ന വഴികളാണ് നിങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെയൊക്കെ കണ്ടില്ല, തമിഴ്നാട് പോലീസിൻ്റെ വണ്ടി, കേരള പോലീസിൻ്റെ വണ്ടി, ആംബുലൻസ്, ഫയർഫോഴ്സ്,
ഓരോ 2 കിലോമീറ്ററിന്റെ ഇടയിൽ എല്ലാ സജ്ജീകരണങ്ങളുമാണ്. അത്രമേൽ സുരക്ഷ ഒരുക്കുന്നുണ്ട്. ഇത്രയും പോലീസും അതുപോലെ ഫോറസ്റ്റും മറ്റ് ഫോഴ്സും സഹകരിക്കുന്നൊരു ഫെസ്റ്റിവൽ ഞാൻ ആദ്യമായിട്ട് കാണുന്നതാണ്. നമ്മുടെ കേരള പോലീസിന്റെ വണ്ടിന്റെ ബോണറ്റിന്മേലൊരു മോൻ ഇരിപ്പുണ്ട്. ഹായ്, ഉങ്ക പേരെന്നാ? ഋദ്വിൻ. ഓക്കെ, എങ്കിന്ന് വരുന്ന? എന്താ ഊര്? മധുര. ഞാൻ കേരള. ഓക്കെ, കേരള പോലീസിന്റെ ബോണറ്റിലായിരിക്കുന്നത്. സൂപ്പർ. പഞ്ച് പഞ്ച്. ആ, ഓക്കെ ഓക്കെ. മടുത്തിരിക്കുകയാണോ എല്ലാവരും? ക്ഷീണിച്ചോ? മലയാളം തരിക? മലയാളം അറിയാ? ആ, ഞങ്ങൾ കേരളത്തിൽ നിന്ന്, വയനാട്ടിൽ നിന്ന് വരിക. 13 കിലോമീറ്റർ കാനനപാതയിലൂടെ വന്നിട്ട് ഞങ്ങൾ എത്തിയിട്ടില്ല. വീണ്ടും അതാണ് ക്യൂ. അമ്പലത്തിലേക്ക് എത്താൻ ഇനിയും ഉണ്ട്. എൻ്റെ ഈ 2 സൈഡ് നോക്കൂ. കേരള ഗവൺമെന്റ്, തമിഴ്നാട് ഗവൺമെന്റിന്റെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് വണ്ടി, പോലീസ് വണ്ടി, ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് വണ്ടികൾ അത്രയും വെൽ പ്ലാൻഡ് ആണ്. ഈ മലമുകളിൽ ഒരു ഭക്തന് ഒരു ബുദ്ധിമുട്ട് വന്നാൽ ഇടപെടാൻ 2 ഗവൺമെന്റിന്റെയും ടീംസ് സർവ സന്നാഹത്തോടെ നിൽക്കുകയാണ്. അതുപോലെ ഇതാ കുടിവെള്ളം, ഭക്ഷണം എല്ലാം ഇവിടെ സൗജന്യമാണ്. Okay. For only this purpose. This purpose only for Kanai Oil Festival. Okay. ഈ ഫെസ്റ്റിവലിന് വരുന്നവർക്ക് വരുന്ന ഹെൽത്ത് പരമായി എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇവിടെ ഹോമിയോ, അലോപ്പതി, സിദ്ധ എല്ലാ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റുകളും വില്ലിംഗ് ആയിട്ട് ഇവിടെയുണ്ട്. മംഗളാദേവി ക്ഷേത്രത്തിന്റെ പ്രകൃതി ഭംഗി ഒന്ന് നോക്കിക്കേ. ഇതൊരു സൈഡ് മാത്രം. അപ്പോ മുല്ലപ്പെരിയാറിന്റെ ഭാഗം കൂടെ നോക്കാം. മംഗളാദേവി ക്ഷേത്രത്തിന്റെ ഒരു സൈഡ് പ്രകൃതി ഭംഗി കണ്ടല്ലോ, മറ്റു സൈഡ് നോക്കൂ. ഈ മുല്ലപ്പെരിയാർ ഡാമിന്റെ ഷട്ടർ കാണണമെങ്കിൽ അതിന്റെ അപ്പുറ ഭാഗത്താണ് അത് കാണാൻ പറ്റുകയുള്ളൂ. മംഗളാദേവി ക്ഷേത്രത്തിന്റെ ഈ കുന്നിൻ മുകളിൽ നിന്ന് ഈ കാണുന്ന പനോരമിക് വ്യൂ ആണ്. ഇവിടെ വരുന്ന എല്ലാ ഭക്തർക്കും നേർച്ച ഭക്ഷണമുണ്ട്. അങ്ങനെ നമ്മൾ മംഗളാദേവി ക്ഷേത്രത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് പണിത മംഗളാദേവിയുടെ ക്ഷേത്രം.